To the Merit Day celebrations organized by the Management Committee of our college. This is a much awaited event in every student's or person's life, as it gives the returns to the efforts put in by them throughout their academic endeavor. It gives a sense of achievement and a sense of responsibility towards fulfilling further commitments. To begin this auspicious occasion, may I request all of you to kindly rise up for a silent prayer. Thank you all. Kindly be seated. May I now request Dr. Ajams P. Mohammed, respected principal of MES College Marampalli, to deliver the welcome address. Sir, please. നമുക്ക് വിശിഷ്ട അതിഥിയായി ലഭിച്ചിരിക്കുന്ന MESന്റെ തന്നെ സഹോദര സ്ഥാപനമായ MESന്റെ നെടുങ്കണ്ടം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ AM റഷീദ് സർ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി, സ്റ്റാഫ് സെക്രട്ടറി ശ്രീ ഹനീഫ, മറ്റ് ഇന്ന് ഈ ഒരു ചടങ്ങിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥിനികൾ, അവരുടെ രക്ഷിതാക്കൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ, അധ്യാപക, അനധ്യാപക സുഹൃത്തുക്കൾ, എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക്, ഈ ഒരു നല്ലൊരു ദിവസത്തിലേക്ക് ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. MES മാറമ്പള്ളി കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവാർഡ് ദാന ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നപ്പോൾ, 2020 റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ കോളേജിൻ്റെ പ്രശസ്തി SS വാനോളം ഉയർത്തിയ 10 റാങ്കുകൾ വിവിധ വിഷയങ്ങളിലായി കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾ, അതോടൊപ്പം തന്നെ സമീപ ദിവസങ്ങളിലായി നമ്മുടെ കോളേജിലെ അധ്യാപകർ, അവർ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PhD നേടിയ അധ്യാപകർ, അവരെ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇതൊന്നും നമുക്കൊരു തടസ്സമല്ല എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഈ കോവിഡ് കാലഘട്ടത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ കോളേജിന് വലിയ അഭിമാനകരമായ നേട്ടങ്ങൾ നേടിത്തന്ന കോഴ്സറ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ കോഴ്സുകൾ നേടി ലോക റെക്കോർഡും അങ്ങനെ വിവിധ റെക്കോർഡുകൾ നേടിയ നമ്മുടെ പ്രിയ വിദ്യാർത്ഥിനികൾ, അതോടൊപ്പം തന്നെ കൂടുതൽ കോഴ്സുകൾ ചെയ്ത നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ മെമ്പർഷിപ്പ് കൊണ്ടും അല്ലെങ്കിൽ പല രീതിയിലുള്ള വർക്കുകൾ കൊണ്ട് പ്രാവീണ്യം തെളിയിച്ച അധ്യാപക സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നൊവേഷൻ കൗൺസിൽ 4 സ്റ്റാർ റേറ്റിങ്ങോടുകൂടി നമ്മുടെ കോളേജിനെ എത്തിച്ച അതിൻ്റെ പ്രസിഡൻറ്റ്, കോർഡിനേറ്റർ, മറ്റ് അങ്ങനെ വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ നേടിത്തന്ന എല്ലാവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങിനാണ് നാം എല്ലാവരും ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം, എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ഈ കുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരെല്ലാം മികച്ച വിജയങ്ങൾ നേടാനായിട്ട് സാധിച്ചത്. പല വ്യക്തികളുടെയും, പല ജീവിതത്തിൽ നേട്ടങ്ങൾ നേടിയ പല വ്യക്തികളുടെയും ജീവചരിത്രം നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രം വിജയം നേടിയ ആളുകളെ നമുക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പല പ്രാവശ്യം പല രീതിയിലുള്ള പരാജയങ്ങൾ നേരിട്ട് ഒരു പക്ഷേ മനസ്സു തന്നെ മടുത്തു പോകുന്ന രീതിയിലുള്ള
അത്രയും വലിയ പ്രതിബന്ധങ്ങൾ നേരിട്ടിട്ട് കിട്ടിയ വിജയമാണ് പല മഹാന്മാരായ പല വ്യക്തികളുടെയും ജീവചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ, ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അല്ലെങ്കിൽ ദാരിദ്ര്യം അങ്ങ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനിച്ചു വീണ ആ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ പ്രാഥമികമായ വിദ്യാഭ്യാസമോ ഒന്നും നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നും അദ്ദേഹം കാത്തു സൂക്ഷിച്ച ഒരു സ്വപ്നം, ആ സ്വപ്നത്തിൻ്റെ പുറകെ, ആ സ്വപ്നം നേടിയെടുക്കുന്ന ആ ഒരു ചടങ്ങിൻ്റെ പുറകെ തന്നെ നടന്ന് അതുമായി ബന്ധപ്പെട്ട് വിവിധ രീതിയിലുള്ള പ്രതിസന്ധികൾ, പല രീതിയിലുള്ള പരാജയങ്ങൾ, അതെല്ലാം നേടി അദ്ദേഹത്തിന് വരയ്ക്കാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ അനിമേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ, നമ്മൾ കുട്ടികൾ വരുമ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് വരയ്ക്കാൻ കഴിവുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് വരയ്ക്കാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടി ചെറിയ ഇതുപോലെയുള്ള പടങ്ങളൊക്കെ വരച്ച് അദ്ദേഹം മാർക്കറ്റിൽ വിറ്റു. അതിൻ്റെ പൈസ കൊണ്ടൊക്കെയാണ് കുടുംബം പുലർത്തിയിരുന്നത്. ഒരു പത്രസ്ഥാപനത്തിൽ അദ്ദേഹം ജോലിക്ക് ചേർന്നു. ആ പത്രസ്ഥാപനത്തിൽ അദ്ദേഹം കഴിവില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കഴിവില്ല എന്ന് പറഞ്ഞ പത്ര ഓഫീസിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയ ആ ഒരു വ്യക്തി, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറായില്ല. ഇപ്പോൾ സാധാരണ നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരിടത്തോ അല്ലെങ്കിൽ രണ്ടിടത്തോ മൂന്നിടത്തോ പരാജയം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അതൊക്കെ ഉപേക്ഷിച്ച്, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് അടുത്ത ഒരു ഡ്രീമിൻ്റെ പുറകെ പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ത് വന്നാലും നേടിയെടുക്കും എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി ഇന്ന് നമ്മൾ കാണുന്ന വാൾട്ട് ഡിസ്നി കോർപ്പറേഷൻ എന്ന് പറയുന്ന അനിമേഷൻ രംഗത്ത് ഒരു ചെറിയ ഒരു എലി വെച്ചിട്ട്, ഒരു എലിയുടെ ചിത്രം വെച്ചിട്ട്, മിക്കി മൗസ് എന്നുള്ള ആ ഒരു ചെറിയൊരു കാർട്ടൂൺ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ, ഒരുപക്ഷെ നമ്മൾക്ക് കാർട്ടൂൺ രംഗം അല്ലെങ്കിൽ അനിമേഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരേ ഒരു പേരാണ് അന്നും ഇന്നും എന്നും നിലനിൽക്കുന്നുള്ളൂ, വാൾട്ട് ഡിസ്നി കോർപ്പറേഷൻ എന്ന പേരിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആയി മുന്നോട്ട് പോകുന്ന പല വ്യക്തികളും അവരുടെ ജീവിതത്തിൽ നേരിട്ട പല പരാജയങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടിട്ടാണ് അവരെല്ലാം ഈ വലിയ വിജയങ്ങൾ നേടിത്തന്നത്. ഞാനത് പറയുന്നത്, ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്ന പല വ്യക്തികളും അല്ലെങ്കിൽ പല വിദ്യാർത്ഥിനികളും ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രാരാബ്ധങ്ങൾക്കിടയിലുമെല്ലാം മനസ്സ് മടുക്കാതെ അവരുടെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ ഒരു ആദരിക്കൽ ചടങ്ങിന് അവർക്കും ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. ഇത് തീർച്ചയായിട്ടും ഈ വിജയങ്ങളെല്ലാം നമ്മുടെ കോളേജിലെ മറ്റു കുട്ടികൾക്കും മറ്റ് അധ്യാപകർക്കും അല്ലെങ്കിൽ മറ്റ് പൊതുസമൂഹത്തിന് തന്നെ വലിയൊരു മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കൊച്ചുമിടുക്കന്മാരും മിടുക്കികളും കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും അവരെ കൃത്യമായി ആദരിക്കേണ്ട ഭാഗം, അതിന് വലിയൊരു ചടങ്ങ് സംഘടിപ്പിച്ച് ഈ കോവിഡിൻ്റെ പ്രതിസന്ധി കാലഘട്ടത്തിലൊക്കെ കുറച്ചൊരു ശമനം വന്നതിന് ശേഷം എല്ലാവരെയും ആദരിക്കാം എന്നുള്ള ഒരു കാര്യം വെച്ചുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഈ ഒരു ഫംഗ്ഷൻ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു ചടങ്ങിന്, ഇത്രയും മനോഹരമായ ഈ ഒരു ചടങ്ങിന് നമുക്ക് അനുമതി തന്ന നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ, MES കോളേജ് മാറമ്പള്ളിയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭാരവാഹികളെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇന്നിവിടെ ഈ ഒരു പ്രോഗ്രാമിന് ഔപചാരികമായി അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, അതായത് പ്രിൻസിപ്പലിനോടൊപ്പം അതോടൊപ്പം തന്നെ എല്ലാ അധ്യാപകരോടൊപ്പം എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞ് കോളേജിൻ്റെ കോളേജിൻ്റെ ഓരോ നെഞ്ചെടുപ്പ് പോലും കൃത്യമായി അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന വ്യക്തിത്വമാണ് നമ്മുടെ കോളേജിൻ്റെ പ്രിയങ്കരനായ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടൻറ്റ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ചടങ്ങിന് ഇന്ന് ഔപചാരികമായി അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. നമ്മുടെ ഈ ഒരു മീറ്റിങ്ങിൻ്റെ പേരിൽ, MES കോളേജ് മാറമ്പള്ളിയുടെ പേരിൽ, ഈ ഒരു മെറിറ്റ് ഡേ ചടങ്ങിൻ്റെ പേരിൽ അങ്ങേയറ്റം സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സെക്രട്ടറിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ MA മുഹമ്മദ് സാറാണ്. നമുക്കറിയാം, അതായത് MES മാറമ്പള്ളി പോലെയുള്ള വലിയൊരു കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് സാധാരണ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കോളേജ് കാഴ്ചവെക്കുന്നത്. എല്ലാ മേഖലകളിലും, പഠന മേഖലയിലാണെങ്കിലും പാഠ്യേതര മേഖലയിലാണെങ്കിലും മറ്റ് ഏതൊരു മേഖലയിലാണെങ്കിലും
വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കോളേജാണ് നമ്മുടെ MES കോളേജ് മാറമ്പള്ളി. അത് എല്ലാം നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ പ്രിൻസിപ്പൽ വിചാരിച്ചാലോ അധ്യാപകർ വിചാരിച്ചാലോ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിന് കൃത്യമായ പിന്തുണ, എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും അത് ശരിയാണെങ്കിൽ അതിന് അവസാനം വരെ ശക്തമായ പിന്തുണ തരുന്ന നമ്മുടെ കോളേജിൻ്റെ ചെയർമാൻ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ MA മുഹമ്മദ് സാഹിബിനെ ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ MESൻ്റെ എറണാകുളം ജില്ലയുടെ എറണാകുളം ജില്ലയുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന MESൻ്റെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എറണാകുളം ജില്ലയിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ MES നേതൃത്വം നൽകുന്ന മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾ, മറ്റ് വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം ശക്തമായ പ്ലാനിങ്ങോടുകൂടി നേതൃത്വം നൽകുന്ന MESൻ്റെ എറണാകുളം ജില്ലയുടെ സെക്രട്ടറി ജനാബ് KM ലിയാഖത്ത് അലി ഖാൻ സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആകസ്മികമാണെങ്കിലും ഇന്ന് നമുക്കൊരു വലിയൊരു അതിഥിയെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. MESൻ്റെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള 2 കോളേജുകളിൽ ഒരെണ്ണം MES കോളേജ് മാറമ്പള്ളിയിൽ, രണ്ടാമത്തത് MESൻ്റെ നെടുങ്കണ്ടം കോളേജുമാണ്. MESൻ്റെ നെടുങ്കണ്ടം കോളേജിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ റഷീദ് സാറ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. അദ്ദേഹം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളോടൊപ്പം ഈ പ്രോഗ്രാമിന് വേണ്ടി എത്തിച്ചേർന്ന റഷീദ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ എല്ലാ മീറ്റിങ്ങിലും എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു പേരാണ് MES മാറമ്പള്ളി കോളേജിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 2 കൈകളിൽ ഭദ്രമാണ് എന്ന് പറയുന്ന ആ 2 കൈകളുടെ ഉടമസ്ഥൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോളേജിൻ്റെ ക്വാളിറ്റി എൻഷർ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഡോക്ടർ മൻസൂർ അലി, കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ, IQAC കോർഡിനേറ്റർ എന്ന വിവിധ മേഖലകളിൽ തൻ്റേതായ സാന്നിധ്യം ഉറപ്പിച്ച വ്യക്തിത്വം, അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 150ഓളം വരുന്ന സ്റ്റാഫ് സ്ട്രെങ്ത്, ആ സ്റ്റാഫിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന, വളരെ ഒരു ടെൻഷനുമില്ലാതെ വളരെ ഭംഗിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അടുത്ത കാലത്ത് കേരളത്തിലെ കോളേജുകളിൽ തന്നെ വ്യത്യസ്തം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് തന്നെ സംഘടിപ്പിച്ച MES മാറമ്പള്ളി കോളേജ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശ്രീ ഹനീഫ, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്ന PhD നേടിയ നമ്മുടെ 3 അധ്യാപക സുഹൃത്തുക്കൾ, ഡോക്ടർ ഷെമി ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ടീച്ചർ ഈ അടുത്ത സമയത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നിട്ടാണ് PhD നേടിയത്. ടീച്ചറെ നമ്മൾ ഇന്ന് ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ റഫീഖ മോൾ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD, ടീച്ചറും റഫീഖയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നിട്ടാണ് PhD നേടിയത്. അതോടൊപ്പം തന്നെ ഡോക്ടർ ഷീബ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ പിൻഗാമി എന്ന് തന്നെ വിളിക്കാവുന്ന, ഞാൻ പോയ പോസ്റ്റിംഗ് വന്ന ഡോക്ടർ ഷീബയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നിട്ടാണ് PhD നേടിയിരിക്കുന്ന 3 പേരെയും നമ്മൾ ഇന്നിവിടെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. അവരെ 3 പേരെയും ഞാൻ ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിന് ഈ വർഷം 10 റാങ്കുകൾ നേടിത്തന്ന BBAക്ക് 2nd റാങ്ക് നേടിയ നേഹ ജഹാംഗീർ, BSc ഇലക്ട്രോണിക്സിന് 2nd റാങ്ക് നേടിയ സുമൽ റോഷ്ന, BSc സൈക്കോളജിക്ക് 3rd റാങ്ക് നേടിയ ആതിര ശിവൻ, BSc സൈക്കോളജിക്ക് 4th റാങ്ക് നേടിയ നസീമ ഇബ്രാഹിം, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് 5th റാങ്ക് നേടിയ അമ്പിളി PA, BSc മൈക്രോബയോളജിക്ക് 5th റാങ്ക് നേടിയ പൂജ, നമ്മുടെ കോളേജുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്രീ വിതീഷിൻ്റെ മകളാണ് പൂജ. അതോടൊപ്പം തന്നെ BSc ഇലക്ട്രോണിക്സിന് 7ാം റാങ്ക് നേടിയ അഖിൻദാസിൻ്റെ അഭാവത്തിൽ അഖിൻദാസിൻ്റെ പേരൻസാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്.
BSc മാത്സിന് 8ാം റാങ്ക് നേടിയ നിസി പോൾ, 9ാം റാങ്ക് BSc ഇലക്ട്രോണിക്സിന് നേടിയ അശ്വതി, 10ാം റാങ്ക് BCom CAക്ക് നേടിയ ആർദ്ര വാര്യർ. ഈ 10 റാങ്ക് നമ്മുടെ കോളേജിനെ സമ്മാനിച്ച മിടുക്കരായ വിദ്യാർത്ഥിനികളെയും അവരെ അതിന് പ്രാപ്തരാക്കിയ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് HODമാർ, അതോടൊപ്പം തന്നെ അവർക്ക് ഈ കോവിഡ് കാലഘട്ടത്തിലും പഠിക്കാനുള്ള വലിയൊരു അവസരം ഉണ്ടാക്കി കൊടുത്ത അവരുടെ പ്രിയ രക്ഷിതാക്കൾ, അവരെല്ലാവരെയും ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ കോഴ്സറ പ്ലാറ്റ്ഫോമിൽ, അതായത് കോഴ്സറ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതായത് സാധാരണ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യണമെങ്കിൽ, ഒരു കോഴ്സ് നമ്മൾ ചെയ്യണമെങ്കിൽ മിനിമം 5000 മുതൽ 50,000, 1 ലക്ഷം രൂപ വരെ പൈസ കൊടുത്ത് ചെയ്യേണ്ട പ്രോഗ്രാമാണ് നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മുടെ കോളേജിന് കോഴ്സറ സമ്മാനിച്ചത്. അത് അങ്ങനെ വലിയൊരു മുൻവിധികളൊന്നുമില്ലാതെ നമ്മൾ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് കോഴ്സറ എന്ന് പറയുന്ന പ്രോഗ്രാം. പക്ഷേ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ഹനീഫ, അതുപോലെ തന്നെ മിനു, അവരുടെ ആ കൃത്യമായ നിർദ്ദേശപ്രകാരം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇനീഷ്യേറ്റീവ് എടുത്ത് കുട്ടികളെ ആ പ്രോഗ്രാമിൽ ചേർത്തു. നമ്മൾ അന്നേരം പറഞ്ഞ് ഓരോ കുട്ടികളും മിനിമം ഒരു 3 കോഴ്സൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 4 കോഴ്സൊക്കെ ചെയ്യണം എന്നൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിലും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് 90 ദിവസം കൊണ്ട് 1000-ൽ പരം കോഴ്സുകൾ ചെയ്ത ലോക റെക്കോർഡിന് അർഹയായ ആരതി രഘുനാഥ്, അതോടൊപ്പം തന്നെ 94 ദിവസം കൊണ്ട് 620 കോഴ്സുകൾ പൂർത്തിയാക്കിയ S3 MCOMലെ ജ്യോതിസ് മേരി ജോർജ്, അതോടൊപ്പം തന്നെ 90 ദിവസം കൊണ്ട് 450 കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത BVOC സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അസീന നസീം, ഈ 3 പേരെയും നമ്മൾ നമ്മുടെ ഈ യോഗത്തിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. ഇത് ആ കുട്ടികൾക്ക് കിട്ടിയ അവാർഡ് മാത്രമല്ല, ഒരുപക്ഷെ മാറമ്പള്ളി കോളേജിൻ്റെ പേര് നമ്മുടെ രാജ്യം മുഴുവൻ എത്തിക്കുന്നതിൽ ആ 3 പേർ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. ആ 3 പേരുടെയും പ്രവർത്തനം അത് മറ്റു കുട്ടികൾക്കും വലിയൊരു മാതൃകയായി. ആ ചുരുങ്ങിയ കാലം കൊണ്ട് 100 ദിവസം കൊണ്ട് നമ്മുടെ ലോക റെക്കോർഡ് തന്നെ, അതായത് ഏറ്റവും കൂടുതൽ കുട്ടികളെ എൻറോൾ ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ റെക്കോർഡ്, അത് ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ കോളേജിന് 25,000-ൽ പരം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത റെക്കോർഡും വേൾഡ് റെക്കോർഡും നമ്മുടെ കോളേജ് മാറമ്പള്ളി കോളേജിന് ലഭിച്ചിരിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മാത്രമല്ല, കുട്ടികൾക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ടീച്ചേഴ്സിന് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചോദ്യം വരും. അത് വളരെ കൃത്യമായി പൂർണ്ണമായും അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ 2 അധ്യാപക സുഹൃത്തുക്കൾ അതുപോലെ തന്നെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. 100-ന് മുകളിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത 120ഓളം കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ റംല ബീവി, അതോടൊപ്പം തന്നെ 101 കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ഡോക്ടർ റഫീഖ, ഇവരെ നമ്മൾ ഇന്നിവിടെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. ഇവരെല്ലാവരെയും നമ്മൾ ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ടോപ്പേഴ്സായിട്ട് വന്ന BVOC ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടോപ്പർ ഇർഷാദ് ലത്തീഫ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഐഷ സുനൈന, അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് സൂഫിയ, BCA ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 2 A+ റാങ്ക്, നിസ്സാര മാർക്കിന് റാങ്ക് പോയെങ്കിലും 2 A+ നേടിയ ഡിപ്പാർട്ട്മെൻറ്റാണ് BCA ഡിപ്പാർട്ട്മെൻറ്റ്. BCA ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും A+ നേടിയ വിസ്മയ മനോജ്, ശ്രീലക്ഷ്മി സജ്ജി, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഫഹീമ, BVOC അനിമേഷൻ ജോമോൻ തോമസ്, BSc ബയോടെക്നോളജി ജോഅന ആൻഡ് ഡാനിയൽ, BCom ടാക്സേഷൻ സ്റ്റീന, ഇംഗ്ലീഷ് അപ്പം ഇത്രയും പേരാണ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടോപ്പേഴ്സ്. അതുകൂടാതെ നമ്മളിന്ന് ആദരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പറയാനായിട്ട്. അതായത് കഴിഞ്ഞ വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൽ 2 കുട്ടികൾ ശാരീരികമായി വെല്ലുവിളികൾ നേടുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള 2 കുട്ടികൾ, ഒന്ന് BBA ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു കുട്ടി BA ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, അവർ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ അവരവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത 2 കുട്ടികൾ. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സൽമാൻ BK, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അഫ്ന KR, ആ 2 കുട്ടികളെയും നമ്മൾ ഇന്നിവിടെ വെച്ച് ആദരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആദരിക്കുന്നതിൽ എടുത്തു പറയേണ്ട ഒരു ആദരിക്കൽ ചടങ്ങ് അവരുടെ 2 പേരുടെയുമാണ് എന്നുള്ളത് ഒരു നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവർ 2 പേരെയും നമ്മൾ ആദരിക്കുന്നു. ഇവർക്കും
അതിന് വേണ്ട മാനസികമായ എല്ലാ പിന്തുണയും കൊടുത്ത് അവരുടെ രക്ഷിതാക്കൾ, അവരുടെ അധ്യാപക സുഹൃത്തുക്കൾ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്വപ്ന മിസ്സൊക്കെ ആ കൊച്ചിനെ BBL അഫ്നയൊക്കെ കൊണ്ടുപോയി നടന്നതെന്ന് വെച്ചാൽ സ്വന്തം മക്കളെ കൊണ്ടുപോയി നടക്കുന്ന പോലെ ഇങ്ങനെ ചിറകിനടിയിൽ ഒതുക്കി കൊണ്ടുപോയി നടന്ന ആ രീതിയിലാണ് ആ കുട്ടിക്കൊക്കെ വലിയ വിജയം നേടാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ ഒരു വിജയത്തിന് വേണ്ടി അവരെ പ്രേരിപ്പിച്ച അവരുടെ അധ്യാപകർ, രക്ഷിതാക്കൾ എല്ലാവരെയും അനുമോദിക്കാനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മറ്റേ രാജ്യത്തിലെ കോളേജുകൾക്ക് അവരുടെ ഇന്നവേഷൻ ആക്ടിവിറ്റീസ്, അതായത് സാധാരണ ടീച്ചിങ് ലേണിങ്ങിൽ നിന്ന് മാറിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇന്നവേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കോളേജുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. ഇപ്പോൾ നമുക്ക് നാക്കിന് A+ കിട്ടി എന്ന് പറയുന്ന പോലെ തന്നെ ആ റേറ്റിങ്ങിന് പറയുന്ന പേര് IIC റേറ്റിംഗ് എന്നാണ്. IIC റേറ്റിങ്ങിൽ നമുക്ക് 5 സ്റ്റാറാണ് അതിൻ്റെ ടോപ്പ് റേറ്റ്. നമുക്ക് 4ാം സ്ഥാനം, അതായത് 4 സ്റ്റാർ നമുക്ക് നേടാനായിട്ട് നമ്മുടെ മാറമ്പള്ളി കോളേജിന് സാധിച്ചു. അതിനുവേണ്ടി എന്താ പറയുന്നത്, വലിയ ഒരു പ്രയത്നം നടത്തിയ അതിൻ്റെ പ്രസിഡൻറ്റ് ഡോക്ടർ മുരുകൻ, അതോടൊപ്പം തന്നെ അതിൻ്റെ കോർഡിനേറ്റർ മിസ് ഷെറീന, അവർ രണ്ടുപേരും ഒരുപക്ഷെ അതിൻ്റെ സൈറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നാക്കുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ IICയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പല കോളേജുകാരും ഡൗട്ട് ചോദിക്കുന്നത് ഷെറീനടുത്തും മുരുകൻ സാറിനോടുമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കോളേജിൻ്റെ പേരും പ്രശസ്തിയും അങ്ങ് വലിയൊരു അളവ് വരെ എത്തിച്ച രണ്ടുപേരെയും അഭിനന്ദിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അവർ രണ്ടുപേരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വർഷം നമ്മുടെ ഒരു ടീച്ചർക്ക് വലിയൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ IIC ഇതിനകത്ത് തന്നെ അവരുടെ ഇന്നവേഷൻ അംബാസഡർ എന്ന പേര് അവർ ചാർത്തി കൊടുത്ത, ആ ഒരു പട്ടം തന്നെ ചാർത്തി കൊടുത്ത നമ്മുടെ BVOC ഫാഷൻ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് HOD ഗീതു മെറിൻ, ഗീതുവിനെ ഞാൻ ഈ വേദിയിലേക്ക്, ഗീതുവിനെ നമ്മളിന്നിവിടെ ആദരിക്കുന്നു. ഗീതുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അറബിക് ലാംഗ്വേജ് ഒരു വലിയൊരു ഫെഡറേഷനാണ്, ഇൻ്റർനാഷണൽ ഫെഡറേഷനാണ്. അതിനകത്ത് ഒരു മെമ്പർഷിപ്പ് ലഭിച്ച നമ്മുടെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് HOD മിസ്റ്റർ ഷറഫുദ്ദീൻ, അദ്ദേഹത്തെ നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വളരെ സജീവമായിരുന്നു. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിമിംഗ്ഹാം അവരുടെ ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ലോകത്തുനിന്ന് ആകെ 20 പേരെ സെലക്ട് ചെയ്തതിൽ ഒരാൾ നമ്മുടെ കോളേജിലെ അധ്യാപികയാണ്, ബയോസയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ റുബീനയെ നമ്മളിന്നിവിടെ, അതുകൂടി ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരാളേ ഉള്ളൂ, അത് റുബീനയാണ്. റുബീനയെ നമ്മളിന്നിവിടെ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. അപ്പോൾ ഇത്രയും പേരെ ആദരിക്കുന്ന വലിയൊരു ചടങ്ങാണ് നമ്മളിന്നിവിടെ നടത്തുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന നമ്മുടെ മാനേജ്മെൻറ്റും, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായ ഡോക്ടർ ഉമേഷിനോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ച വിവാസ്, ഹനീഫ, അതോടൊപ്പം തന്നെ ആ ഒരു ടീം, റോഷ്നി അടങ്ങുന്ന ആ ഒരു ടീം, മറ്റ് ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. May I invite Advocate A.A. Abul Hassan, respected Secretary and Correspondent of College Managing Committee of our college, to deliver the presidential address. Sir, please. Good morning. ആദരണീയനായ കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ M. മുഹമ്മദ് സാഹിബ്, MESൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ലിയാഖത്ത് അലി ഖാൻ സാഹിബ്, കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ അജിൻസ് P. മുഹമ്മദ്, നമ്മൾക്ക് ഔപചാരികമായി നമുക്ക് കിട്ടിയ അതിഥി ഡോക്ടർ റഷീദ് സാർ, നെടുങ്കണ്ടം കോളേജ് പ്രിൻസിപ്പൽ, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വൈസ് പ്രിൻസിപ്പലും IQAC കോർഡിനേറ്ററും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പിന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ, സ്റ്റാഫ് സെക്രട്ടറി ഹനീഫ, മറ്റു വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, വളരെ വിശദമായി തന്നെ പ്രിൻസിപ്പൽ ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സമയം കുറവായതുകൊണ്ടും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. വളരെ ചുരുക്കി തന്നെ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്നത് ഒരു അഭിമാനത്തോടുകൂടി തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. ഈ അഭിമാനം തന്നത് നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം കൂടെയാണ്.
വിദ്യാർത്ഥികൾ, എനിക്ക് തോന്നുന്നു മാറമ്പള്ളി കോളേജിൻ്റെ ചരിത്രത്തിൽ 10 റാങ്ക് കിട്ടുന്നത് ഇതാദ്യമായിട്ടാണ്. ഞാനിവിടെ ഇതിനു മുമ്പ് 7 കൊല്ലം ചെയർമാനായിരുന്നിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും കോഴ്സുകളില്ല, എന്നാലും അന്നൊക്കെ റാങ്ക് കിട്ടാറുണ്ട്. പിന്നീട് ഈ റാങ്കിന് തിളക്കം കൂട്ടി തന്നത് നമ്മുടെ അധ്യാപകരാണ്. ഈ അധ്യാപകരുടെ സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ തിളങ്ങാനാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കളുടെ പിന്തുണയും. ആ ഒരു തിളക്കത്തിലാണ് കോളേജ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് PhD നേടിയ പുതിയ അധ്യാപകർ 3 പേര് PhD നേടി ഈ വർഷം. അത് നമുക്ക് വളരെ അഭിമാനപൂരിതമായൊരു സന്ദർഭമാണ്. പിന്നെ കോഴ്സറ വേൾഡ് റെക്കോർഡ് ബ്രേക്കേഴ്സ് എന്ന് ഞാൻ പറയണം, അല്ലാതെ വേൾഡ് റെക്കോർഡ് ക്രിയേറ്റേഴ്സ് അല്ല, ദേ ആർ ബ്രേക്കേഴ്സ്. എല്ലാ തരത്തിലും കോളേജിന് ഒരു അഭിമാനിക്കാവുന്ന വർഷമാണ് കടന്നുപോയത്, അല്ലെങ്കിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കറണ്ട് വന്ന ഈ അഭിമാനിക്കാവുന്ന വർഷമെന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കി തരിക എന്നുള്ളത് മാത്രമാണ് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ബാധ്യതയോ അല്ലെങ്കിൽ അവർ ചെയ്തു തന്ന വലിയൊരു മഹത്തായൊരു പ്രവൃത്തിയുമാണ്. ഈ അവരില്ലായിരുന്നെങ്കിൽ കോളേജിന് യാതൊരു പ്രശസ്തിയില്ല. എത്ര കോഴ്സുകൾ ഇവിടെ ഉണ്ടായാലും ഇപ്പോൾ നമുക്ക് 26 കോഴ്സുണ്ട്, അത് അടുത്ത് തന്നെ 30 കോഴ്സാകാൻ പോകുന്നു. A+ ഉണ്ട് നാക്കിന്, IISc നമുക്ക് 4 സ്റ്റാർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ നേടിത്തന്ന സത്യത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടിയാണ്. അവരെ ഞാൻ ഈ തരുണത്തിൽ ഹാർദമായി തന്നെ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിൽ പങ്കെടുക്കുന്ന നമ്മുടെ റുബീന, നമ്മുടെ ബയോസയൻസിലെ റുബീന നമുക്കൊരഭിമാനമാണ്. ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന ഏക പാർട്ടിസിപ്പൻ്റ് റുബീനയാണെന്നുള്ളതാണ്. അതാണ് അതിന് കൂടുതൽ തിളക്കമുള്ളത്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിൽ നിന്ന് ഇൻ്റർനാഷണൽ കോൺഫറൻസിന് പോയ 2 ആളുകളുണ്ട്, ഡോക്ടർ റഫീഖയും ഡോക്ടർ ഷെമിയും. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മളുടെ അന്തർദേശീയമായിട്ട് നമ്മൾ തിളങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. കോളേജിൻ്റെ പരിധിയിലോ കേരളത്തിൻ്റെ പരിധിയിലോ ഇന്ത്യയുടെ പരിധിയിലോ നിൽക്കുന്നതല്ല, നമ്മുടെ ഖ്യാതി ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, ഡോക്ടർ ഷമിയും ഡോക്ടർ റഫീഖയും. അവർക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, കൂടുതലായി പറയാനായിട്ടുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, Abul Hassan sir. Now may I invite Janab M.A. Muhammad Sahib, respected chairman of the College Managing Committee of our college, for the inaugural address. College Principal Professor Ajims, my colleague and Secretary, Honorary Secretary of the College, Advocate Abul Hassan of the Kerala High Court, our District Secretary Liaquat Ali Khan, our honored guest or the VIP of the day, Professor Rashid, Principal of Nedumanga College, Vice Principal Mansoor, our distinguished Physical Director Habib, പുള്ളിക്ക് മുടിയിട്ട് കുറവായതുകൊണ്ട് ഈ സ്പോർട്സിൻ്റെ എല്ലാ റേഷ്മയും അകത്തേക്ക് പോകുന്നു, അതുകൊണ്ട് എല്ലാം ആക്റ്റീവായിട്ട് ചെയ്യുന്നു. ഡിയർ
parents and students and of course faculty members, HODs, teaching and non-teaching staff. നമ്മുടെ ഓണററി സെക്രട്ടറി പറഞ്ഞ മാതിരി അദ്ദേഹത്തിനെക്കാട്ടും കൂടുതൽ ഒരു ഓണറാണ് എനിക്ക്. കാര്യം അദ്ദേഹത്തിന് ഓണർ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട്. ആസ് ഓണററി സെക്രട്ടറി ചില ദിവസങ്ങളൊക്കെ കാലത്ത് 8 മണിക്ക് വന്നിട്ട് 5 മണിക്കാണ് പോകണം. എന്നെ സംബന്ധിച്ചോളം ഈ ഓണർ കിട്ടുന്നത് ഇതേമാതിരി ഫങ്ഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഡബിൾ ഓണറാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ദാറ്റ് അപ്പാർട്ട് ഇന്നത്തെ ഫങ്ഷന് പോയിൻ്റ് ഓണസ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ഹാപ്പിയല്ല. കാരണം നമ്മുടെ ഈ കോവിഡ് ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച മാതിരിയുള്ള ഒരു ഫങ്ഷൻ ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സാറിന് സ്ഥിതിക്കാണെങ്കിൽ എനിക്ക് നല്ല കോൺഫിഡൻസാണ്. പ്രിൻസിപ്പൾ ഈ മീറ്റിംഗ് നമ്മുടെ മെയിൻ ഹാളിൽ വെച്ച് മിനിമം നമ്മുടെ കോളേജിലെ 12,000 പിള്ളേർ ടേക്ക് പാർട്ട് ചെയ്യേണ്ട ഒരു ഫങ്ഷനാണ്. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ഫേറ്റ്. നെവർദലെസ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതും അവാർഡ് കിട്ടാൻ പോകുന്നതും അവാർഡ് കൊടുക്കുന്നതുമായ എല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഏറ്റവും ഒരു സുന്ദരമായ സംഗതി, ഇന്നും 33 പേർക്കൂടെ അവാർഡ് കിട്ടുന്നുണ്ട്. ആ 33 പേരിലും 29 പേര് പെൺകുട്ടികളാണ്, 4 പേര് മാത്രമുള്ള ആൺകുട്ടികൾ. ഞാൻ ഇത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പ്രചോദനം കിട്ടിയിരിക്കുന്നത് MES കോളേജിലെ ഇതേമാതിരി 29 പെൺകുട്ടികളെ കൊണ്ടായിരിക്കാം. ഇപ്പോൾ പെൺപടയുടെ ഒരു പുരോഗതിയാണ് നമ്മൾ കാണുന്നത്. അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ഒരു സ്പെഷ്യൽ റെഫറൻസ് ചെയ്യേണ്ടത് എല്ലാവരെയും എടുത്ത് ഞാൻ പറയാൻ സമയമില്ല. കോസീന വേൾഡ് റെഫറൻസിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. വേൾഡാണ്, ഇന്ത്യ അല്ല. അതൊരു യുണീക്ക് ഒരു ഓണറാണ്. അത് കിട്ടിയിരിക്കുന്നത് അവർക്ക് മാത്രമല്ല, ആ ഓണർ കോളേജിനും കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, ഈ കോളേജ് 10-30 ഏക്കർ സ്ഥലത്താണ് കിടക്കുന്നത്. നമുക്ക് അക്കാഡമിക് A+ കിട്ടിയിരിക്കുന്നത് നമ്മൾ കാര്യമായി പൈസ ചിലവാക്കി, അതിൻ്റെ ഗുണം കിട്ടി. കേരളത്തിൽ ചുരുക്കമല്ല, നമ്മളുള്ള വെള്ളിയുമാണ്. കേരളത്തിലെ ഏക കോളേജ് കിട്ടിയിരിക്കുന്ന ഇതാണ്. ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ വൈസ് ചാൻസലർ ഓഫ് കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോളേജ് മാറമ്പള്ളി കോളേജ് എന്നാണ്. ഇതിന് കാരണം ഈ സ്ട്രക്ചറും ടീച്ചേഴ്സും മാനേജ്മെൻറ്റും മാത്രമല്ല, ഇതേമാതിരി അവാർഡ് കൊണ്ടുവന്ന കുട്ടികളുടെ ഇതാണ്. ഒരു കോളേജിൻ്റെ പ്രസ്റ്റീജും അണ്ടർ സെക്രട്ടറി വാക്കുപയോഗിച്ചില്ല, ഖ്യാതി വരുന്നത് ഇതേമാതിരി അവാർഡ് ഒക്കെ കിട്ടുമ്പോഴാണ്. ലോകം മുഴുവൻ മാറമ്പള്ളി കോളേജ് എന്ന് പറയുന്നത്. വേറൊരു റെഫറൻസും കൂടി എനിക്ക് പറയാനുള്ളത്, പ്രിൻസിപ്പളിൻ്റെ വാക്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു ഡിസേബിൾഡ് സ്റ്റുഡൻറ്റ് 2 പേര് എക്സ്ട്രോർഡിനറി ബ്രില്യൻസ് കാണിച്ചിട്ടുണ്ട്. അവരുടെ അച്ചീവ്മെൻറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, 5 കൊല്ലം മുമ്പ് ഒരു പോളിയോ എഫക്റ്റഡ് ഒരു ഗേള് ഒളിമ്പിക്സിൽ 100 മീറ്റേഴ്സ് റാഷനിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. അതാണ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഡിസേബിൾഡ് ആണ് എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഒരു വിധത്തിലും അവരുടെ
അധ്വാനത്തിന് കുറവ് വരുത്തിയിട്ടില്ല. അവരെ ശരിക്കും നമ്മളെല്ലാവരും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കോളേജിൻ്റെ എല്ലാ സംഗതികളും ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ് വശത്തു നിന്ന് എല്ലാ ഫെസിലിറ്റിയും ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് എല്ലാ ടീച്ചിങ് പ്രൊഫഷൻ അവർ ശരിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അവർ വെറുതെ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ബുക്ക് വായിക്കുന്നില്ല, അവരുടെ ഹോംവർക്ക് ചെയ്തിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഹാർഡ്ഷിപ്പ് മാത്രമാണ് ഈ അച്ചീവ്മെൻറ്റ്സിന് ഉള്ളി. ഇംഗ്ലീഷിൽ പദമുണ്ട്, യു ക്യാൻ ടേക്ക് ദി ഹോഴ്സ് ടു ദി ഹോഴ്സ് പോണ്ട് ബട്ട് കനോട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക് എന്ന് പറഞ്ഞ മാതിരി ടീച്ചേഴ്സ് അവരുടെ ഡ്യൂട്ടി ചെയ്യാം. ബാക്കി നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ ഇതുമാണ് ഇതിന് കാരണം. വേറൊരു സംഗതി കൂടി എനിക്ക് പറയാനുള്ളത്, ഈ അവാർഡെല്ലാം കിട്ടുന്ന സ്റ്റുഡൻസിനോട് ഒരു സംഗതി ഓർമ്മിപ്പിക്കാൻ ഈ സമയത്ത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ പേരൻസിന്, മാതാപിതാക്കന്മാരെ മറക്കരുത്. നിങ്ങൾ ഈ അധ്വാനത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അവകാശികൾ നിങ്ങൾ തന്നെയാണ്. പക്ഷേ അവരുടെ എഫേർട്ട് നിങ്ങൾ മറക്കരുത്. കാലങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഒന്നുകൊണ്ട് കൊച്ചിൽ തന്നെ പിടിപ്പിച്ച് നടത്തിയത് നിങ്ങളാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഹിന്ദിയിലൊരു സിനിമയുണ്ടായിരുന്നു ബാഗ്ബാൻ, അമിതാഭ് ബച്ചനും ഹേമ മാലിനിയും. അവർ മക്കൾ വലുതായപ്പോൾ മക്കളുടെ വ്യാരം ഈ മാതാപിതാക്കന്മാരൊന്നും ചെയ്തില്ല. അവർ ഓപ്പണായിട്ട് വന്നിട്ട് ആ ഫിലിമിൽ പറയുന്നുണ്ട്, ഓ നിങ്ങളുടെ കാരണമല്ല, ഇതൊക്കെ ഞങ്ങളുടെ അധ്വാനമാണ്. അപ്പോൾ ദയവ് ഇത് ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ പോരുത്. നിങ്ങൾ ഏത് അച്ചീവ്മെൻറ്റ് കിട്ടിയാലും, ഇപ്പോൾ തന്നെ ഞാൻ റെഫർ ചെയ്തു കമല ഹാരിസിൻ്റെ വിക്ടറി സ്പീച്ചിൽ റെഫർ ചെയ്തേക്കണ അവരുടെ മദറിനെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് മറക്കരുത്. നിങ്ങളെല്ലാവർക്കും നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Mohammed sir. Now let me call upon Janab K.M. Liaquat Ali Khan, Secretary, MES District Committee, for the felicitation. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ കോളേജിൻ്റെ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടൻറ്റ് അഡ്വക്കേറ്റ് എ അബുൽ ഹസൻ, ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കോളേജിൻ്റെ ചെയർമാൻ ജനാബ് എം എ മുഹമ്മദ്, കോളേജിൻ്റെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ശ്രീ അജംസ്, ഇന്നിവിടെ മുഖ്യ അതിഥിയായിട്ട് എത്തിയിട്ടുള്ള പ്രൊഫസർ എ എം റഷീദ്, പ്രിൻസിപ്പൽ നെടുമംഗം കോളേജ്, വൈസ് പ്രിൻസിപ്പൽ ഓഫ് ദിസ് കോളേജ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, സഹപ്രവർത്തകർ, എല്ലാവർക്കും ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാനിന്ന് ഈ നിൽക്കുന്ന ഈ കോളേജ് MESൻ്റെ തന്നെ എറണാകുളം ജില്ലയിൽ മാത്രമല്ല മറ്റു ജില്ലകളിൽ അപേക്ഷിച്ച് ഏറ്റവും ഒരു പ്രസ്റ്റീജിയസ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഇന്നിവിടെ നിൽക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഈ കോളേജ് ഇത്ര ഉയർന്ന നിലയിലേക്ക് എത്തുവാൻ സഹായിച്ച, മൺമറഞ്ഞു പോയ MESൻ്റെ നേതാക്കളെ ആദ്യം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഒരു പ്രസംഗത്തിലേക്ക് ആരംഭം കുറിക്കുകയാണ്. ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് തന്നെ ഇതൊരു അനുമോദന ചടങ്ങാണ്. ഇതിൽ വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്. വിദ്യാർത്ഥികളില്ലെങ്കിൽ അധ്യാപകരില്ല, അധ്യാപകരില്ലെങ്കിൽ വിദ്യാർത്ഥികളുമില്ല. ഇത് രണ്ടുമില്ലെങ്കിൽ
കോളേജുമില്ല. അപ്പോൾ ഈ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ആദ്യം അനുമോദിക്കേണ്ടത്. തീർച്ചയായിട്ടും അധ്യാപകർക്ക് അതിന് പങ്കുണ്ട്. എങ്കിൽ തന്നെയും അവരുടെ പ്രയത്നത്തിലൂടെ അധ്യാപകരുടെ സപ്പോർട്ടോടു കൂടി, മാതാപിതാക്കളുടെ സപ്പോർട്ടോടു കൂടി അവർക്ക് ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ എങ്ങനെ കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് അത് അവരുടെ മാത്രം പ്രയത്നം കൊണ്ടല്ലല്ലോ. അത് അധ്യാപകരുടെ പ്രയത്നമുണ്ട്, മാതാപിതാക്കളുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുട്ടികളോടായിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ വിദ്യാഭ്യാസം ഒരു എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യരുത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ടു അക്വയർ നോളജ്. ആ നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത് ആ സബ്ജക്റ്റിനോട് ആത്മാർത്ഥത കാണിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പഠിച്ചുകൊണ്ട് നമ്മൾ വരുമ്പോൾ മാത്രമേ നമ്മൾ ആ വിദ്യ എന്നുള്ള സംഗതി നമുക്ക് പൂർണ്ണമായി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് അധ്യാപകരാണ് നോളജ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഈ കാലഘട്ടത്തിൽ, ഡിജിറ്റൽ മീഡിയയിലൂടെ ഈ കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ഇന്നലെ കണ്ട കാര്യങ്ങളല്ല ഇന്ന് വരുന്നത്, അല്ലെങ്കിൽ ഒരു മാസം മുമ്പുള്ള ടെക്നോളജിയെല്ലാം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാറുന്ന സംഗതികൾ, അത് ആ ടെക്നോളജി ആയാലും അത് ഏത് സബ്ജക്റ്റ് ആയാലും അതിനെക്കുറിച്ച് നോളജ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അധ്യാപകരുടെ ചുമതലയാണ്. എന്നാൽ മാത്രമേ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ റാങ്കിന് അവാർഡ് അർഹരായ കുട്ടികളെയും അതുപോലെ തന്നെ PhD നേടിയെടുത്ത അധ്യാപകരെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്ത് അതിന് അംഗീകാരം ലഭിച്ച അധ്യാപകരെയുമൊക്കെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now let me invite Professor A.M. Rashid, sir, respected principal of MES College, Nedungandam, for the felicitation. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഒരു ജാപ്പനീസ് ജനതയെക്കുറിച്ചുള്ള പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് ഇക്കിഗായി എന്നാണ്. ഇക്കിഗായി എന്ന് പറഞ്ഞാൽ 100 വയസ്സിനപ്പുറം ജീവിക്കുന്ന ജപ്പാനിലെ ഒക്കിനോവ എന്ന് പറഞ്ഞ സ്ഥലത്തെ ജനങ്ങളുടെ ജീവിത രഹസ്യത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. 4 കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ ആ ജനതയുടെ ജീവിത രഹസ്യമായി പറയുന്നത്, അല്ലെങ്കിൽ 100 വർഷത്തിനപ്പുറം ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള അവരുടെ രഹസ്യം. ആ രഹസ്യത്തിന് ജാപ്പനീസ് ഭാഷയുടെ പേരാണ് ഇക്കിഗായി. ആ പുസ്തകം മലയാളത്തിൽ ലഭ്യമാണ്, ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അതിൽ 4 കാര്യങ്ങൾ. 1, മിതമായ ഭക്ഷണം, മിതമായ വ്യായാമം, മീനിങ് ഫുൾ സോഷ്യൽ ലൈഫ് ആൻഡ് പാഷൻ ഫോർ വർക്ക്. ഈ 4 കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോകുന്ന ലോകത്തിലെ 5 പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾ 100 വയസ്സിനപ്പുറം ജീവിക്കുന്നുവെന്നാണ്. അതിലൊരു പ്രദേശമാണ് ജപ്പാനിലെ ഒക്കിനാവോ ദ്വീപ്. അവിടുത്തെ ജനങ്ങളുടെ ജീവിത രഹസ്യത്തെക്കുറിച്ച് പറയുന്ന ചെറിയൊരു പുസ്തകമാണ്. ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. അതിൽ ഞാൻ ഇവിടെ ഇരുന്ന് പെട്ടെന്ന് ഓർത്തൊരു കാര്യം, ഒരുപക്ഷെ ഇവിടെ നടക്കുന്ന ഈ ആദരവിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറേ മനുഷ്യരുടെ, ചില ആളുകളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ പാഷൻ ഫോർ വർക്കിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ അഭിനിവേശത്തോടുകൂടി ചെയ്യുമ്പോഴാണ് നേട്ടമുണ്ടാകുന്നത്. അങ്ങനെയാണ് റാങ്കുകൾ ഉണ്ടാകുന്നത്, അങ്ങനെയാണ് PhD ഉണ്ടാകുന്നത്, അങ്ങനെയാണ് കോഴ്സറയിൽ 1000 കോഴ്സൊക്കെ ചെയ്യാൻ പറ്റുക. ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒരുതരം ഭ്രാന്തമായ ആവേശത്തോടു കൂടി, പാഷനോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേട്ടങ്ങളുണ്ടാകാൻ പറ്റും എന്നുള്ളതിനൊരു സൂചനയാണ്. ഇവിടെ ഇപ്പോൾ ഈ കോളേജിലെ 33 വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അധ്യാപകരും ചേർന്നിട്ടുള്ള ഈ വലിയ വിജയം. ഞാനിവിടെ വളരെ ഔപചാരികമായി വന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു ചാൻസ് എനിക്ക് കിട്ടുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു.
ഞാൻ പറഞ്ഞ കാര്യത്തിലൊരു മെസ്സേജ് ഉൾക്കൊണ്ടു വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും, വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പ്രിൻസിപ്പലിനും അധ്യാപകർക്കും മാനേജ്മെൻറ്റിലെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു. Thank you, Rashid sir. Now I invite our Vice Principal, Dr. Mansoor Ali PP, for the felicitation. Thank you so much. യോഗാധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ കോളേജ് മാനേജിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ അബുൽ ഹസൻ സാർ, കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ജനാബ് എം എ മുഹമ്മദ് സാർ, കോളേജ് പ്രിൻസിപ്പൽ അജിംസ് പി മുഹമ്മദ്, ഡിസ്ട്രിക്ട് MBS സെക്രട്ടറി ലിയാഖത്ത് അലി ഖാൻ സാർ, നമ്മളോട് ആകസ്മികമാണെങ്കിലും നല്ല വാക്ക് സംസാരിച്ച നമ്മുടെ സഹോദര സ്ഥാപനം നെടുങ്കണ്ടം MBS കോളേജിൻ്റെ പ്രിൻസിപ്പൽ റഷീദ് സാർ, പിന്നെ എൻ്റെ സ്റ്റാഫ് സെക്രട്ടറി ഹനീഫ സാർ, വേദിയിലിരിക്കുന്ന എൻ്റെ അധ്യാപക, വിദ്യാർത്ഥി, രക്ഷിതാക്കളെ, നമ്മളെ ശ്രവിക്കുന്ന, യൂട്യൂബിൽ ശ്രവിക്കുന്ന വിദ്യാർത്ഥികളെ, അധ്യാപകരെ, മറമ്പള്ളി കോളേജിനെ സംബന്ധിച്ചിടത്തോളം കുറേ നല്ല മുഹൂർത്തങ്ങൾ നമ്മുടെ കോളേജിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ ഞാൻ ഈ ഒരു മീറ്റിങ്ങിനെ കാണുന്നത് ഇനിയുള്ള കാലത്തിൽ മാറമ്പള്ളി കോളേജ് എന്താണ് എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു ചടങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ അക്കാദമിക നിലവാരത്തിൽ MG യൂണിവേഴ്സിറ്റിയുടെ 10 റാങ്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾ ബഹുഭൂരിഭാഗവും വിദ്യാർത്ഥിനികളാണ് എന്ന് നേരത്തെ ചെയർമാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ ഇനിയുള്ള കാലത്തുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെ മാറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പണ്ടൊക്കെ ഞങ്ങൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇനിയുള്ള ടെക്നോളജി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം എങ്ങനെ വിനിയോഗിക്കണം എന്ന് കാണിച്ചു തന്ന വിദ്യാർത്ഥിനികളും അതുകൂടാതെ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളും. അതിനേക്കാൾ ഉപരി നമ്മളോട് നേരത്തെ ലിയാഖത്ത് അലി ഖാൻ സാർ സൂചിപ്പിക്കുകയുണ്ടായി, ഇനിയുള്ള കാലത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ കഴിവുകൾ മോണോട്ടണസ് അല്ലാതെ ഡൈവേഴ്സിഫൈ ചെയ്തില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ എക്സലൻസ് എഴുതിയ അധ്യാപക സുഹൃത്തുക്കൾ. അതുകൂടാതെ ഇനിയുള്ള ലോകത്ത് നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ, കാരണം നമുക്കറിയാം അമേരിക്കൻ ഇലക്ഷനിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വാക്ക് ചൈനയ്ക്കെതിരെയുള്ള വാക്കായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്കെതിരെയായിരുന്നു ഗ്ലോബൽ എക്കണോമി മൊത്തമായി ടാർഗറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി എല്ലാ പ്രൊഡക്ട്സും ഉണ്ടാകുന്നത് ചൈനയിൽ നിന്നാണ്. അതുകൊണ്ട് അവരെതിരത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിനുള്ള ചൂണ്ടുപലകയാണ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, പേറ്റൻസിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 1,00,000-ലധികം പേറ്റൻസാണ് ചൈന എന്ന രാജ്യത്ത് ഒരു വർഷം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ അത് 8,000-ൽ ചൂടെയാണ്. അതിന് ചൂണ്ടുപലകയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നൊവേഷൻ കൗൺസിലിൽ നമ്മുടെ പെർഫോമൻസ് നടത്തിയത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇനിയുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ന് നമ്മൾ അവാർഡ് നേടി അല്ലെങ്കിൽ എക്സലൻസ് നേടി ആദരിക്കപ്പെടുന്ന വിദ്യാർത്ഥിനികളും നമുക്ക് നൽകുന്ന സൂചനകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ആഘോഷിക്കുന്നതും. നമുക്കറിയാം, ആഘോഷിക്കപ്പെടേണ്ട ഒരു സമയമല്ലായിരുന്നിട്ടും നമ്മൾ നിർബന്ധിതമായിരിക്കുന്നത് ഈ ഒരു മേന്മ കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ മാറമ്പള്ളി കോളേജ് ആണ് ഇനിയുള്ള കാലത്ത് നമ്മുടെ ചുറ്റുമുള്ള പ്രദേശത്തുള്ള കേരളത്തിലുള്ള അല്ലെങ്കിൽ വിശിഷ്ട ഇന്ത്യയിലുമുള്ള മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സൂചകമാകേണ്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയിരിക്കുന്നത്. എല്ലാ വിജയികൾക്കും അതുപോലെ തന്നെ ഇനിയും, കാരണം വിജയം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഇരിക്കാനുള്ള ഒരു കാര്യമില്ല. വിജയമായിരുന്നു എന്ന് നമ്മൾ കാണിക്കേണ്ടത് ഇനിയുള്ള നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ്. PhD-കാർ ഇനിയും കൂടുതൽ പ്രബന്ധങ്ങളോട് മുന്നോട്ട് വരണം. IIC ഇനി കൂടുതൽ പേറ്റൻസ് നമ്മുടെ കോളേജിൽ ഉണ്ടാക്കണം. തീർച്ചയായും വിദ്യാർത്ഥികൾ എക്സലൻസ് നേടിയ വിദ്യാർത്ഥികൾ അവർ വലിയ മേഖലകളിൽ എത്തിച്ചേർന്ന് അവരുടെ വിജയം താൽക്കാലികമായിരുന്നില്ല എന്ന് അവർക്ക് കഴിവ് തെളിയിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അതുകൂടാതെ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രമുഖ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ എക്സലൻസിനുള്ള അംഗീകാരമാണ് നമുക്ക് ഈ അടുത്ത് ഗവൺമെൻറ് ഓഫ് കേരള നമുക്ക്
സാങ്ഷൻ ചെയ്ത 2 എയ്ഡഡ് പ്രോഗ്രാം, അതിൽ തന്നെ നമ്മൾ UG അല്ലെങ്കിൽ PG പ്രോഗ്രാംസാണ് നമ്മൾ പറയുന്നിരുന്നത്. ഇനി നമ്മുടെ കോളേജ് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്ന പുതിയ സംവിധാനത്തിലുള്ള 3 വർഷം BSCയും 2 വർഷം PGയുമുള്ള 5 വർഷത്തെ ഒരൊറ്റ പ്രോഗ്രാമായ ഇൻ്റഗ്രേറ്റഡ് കെമിസ്ട്രി നമുക്ക് സാങ്ഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ MSc സൈക്കോളജി എന്ന പ്രോഗ്രാം സാങ്ഷൻ ചെയ്യുന്നു. അതുകൂടാതെ ഏറ്റവും മനോഹരമായി നമ്മുടെ കോളേജിൽ നടത്തപ്പെടുന്ന എല്ലാവർക്കും എന്താ പറയുക മാർഗദർശിയായിട്ടുള്ള വിവോക് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കുണ്ട്. 5 പ്രോഗ്രാം നിലവിലുണ്ട്. അത് കൂടാതെ 2 പ്രോഗ്രാമുകൾ നമ്മൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് സാങ്ഷൻ ചെയ്തിട്ടുണ്ടായി. അത് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മൾട്ടി സ്കൂൾസ് എന്ന് പറയുന്ന 2 വിവോക് പ്രോഗ്രാമാണ്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ മുന്നോട്ട് പോക്ക് ഒരിക്കലും നമ്മൾ വെറുതെ ഇരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതുപോലുള്ള വിജയഗാഥകൾ, ഇതുപോലുള്ള വിജയമുഹൂർത്തങ്ങൾ നമുക്ക് ആഘോഷിക്കുന്നുണ്ടെന്നുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ സൂചകം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, Mansoor sir. We have the much awaited moment of the day, honoring the Messians, both students and faculty members who have achieved their best in their academic life. First, let me invite the faculty members who successfully completed their research and were awarded PhD in the year 2019 and 2020. May I request our respected chairman, Janab M.A. Muhammad, to give away the memento to the PhD awardees as a token of love and appreciation of MES College Managing Committee, Marampalli. Sir, please. And I call upon Dr. Shiva K.H., Assistant Professor of Department of Business Administration, to come onto the stage to receive the memento. Madam, please. Thank you, sir. Now let me call upon our respected Secretary, Advocate Abul Hassan Sahib, to give away the memento to Dr. Rafiqa Mol CA, Department of Commerce, Head Department of Commerce, to come forward to accept the memento. Madam, please. I call upon Dr. Shemi PM, Assistant Professor, Department of Electronics, to come forward to receive the memento. Madam, please. Now I request our principal, Dr. Ajims B. Muhammad, to hand over the memento by the Staff Association to Dr. Shemi PM, and I kindly invite Dr. Shemi PM to receive the same. Thank you, sir. And congratulations to the PhD winners. Hard work always pays off. Let me call upon those students who have acquired the first 10 ranks in the NT University examinations in various subjects conducted in June 2020. May I request our chairman to give away the memento to the rank holders. And I call upon Ms. Neha Jahangir, who secured 2nd rank in BBA. Sumal Roshna KS, who secured 2nd rank in BSc Electronics. Thank you, sir. Now I request our secretary to give away the mementos to Ms. Adira Shivan, 3rd rank holder, BSc Psychology. Now let me call upon Ms. Nasima Ibrahim, 4th rank holder, BSc Psychology.
Ms. Ambli PA, 5th rank in BCom Computer Application. Thank you, sir. Now I call upon a respected principal of MES College, Nedungattam, Professor A.M. Rashid, sir, to hand over the memento. And I call upon Ms. Pooja D. Krishna. Pooja D. Krishna, 5th rank holder, MSc Microbiology. Mr. Akhin Das K, 7th rank holder, BSc Electronics. Akhin has not come, instead his mother has come. I kindly invite her to receive the memento. Nisi Paul, 8th rank, BSc Mathematics. I call upon Nisi Paul, 8th rank holder, BSc Mathematics. Ashwati VM, 9th rank, BSc Electronics. Ashwati VM, 9th rank, BSc Electronics. And Ardra Vaidya, 10th rank, BCom CA. And I call upon Dr. Mansoor Ali BP, Vice Principal of our college, to give away the memento. Ardra Vaidya, 10th rank, BCom Computer Application. Congratulations to all the rank holders. Positive actions combined with positive thinking results in success. To become unique, the challenge is to fight the hardest which anyone can imagine until we reach out the destination. Today we have yet another reason to feast, the addition of another golden feather into the crown of MES College Marapalli. Yes, the world records achieved through our students. Coursera is an online learning platform in which every course is taught by the top instructors from world-class universities and companies. In June 2020, during the COVID-19 lockdown period, Coursera was made available for the staff and students of our college. They wholeheartedly accepted it, and the students who performed outstandingly have come out with the world records and took our college to the heights of glory. Now may I request our chairman, Janab M.A. Muhammad, to give away the memento as a token of love and appreciation by the MES College Marapalli College Managing Committee to the world record winners. And let me invite the URF World Record and European Record winner, Ms. Aradhi Raghunath of S3 MSc Biochemistry onto the stage. She was the first one to join in the world records from our college, and she completed 1001 Coursera courses in 100 days. Let's give a big round of applause, please. The URF World Record and European Record certificates will be handed over to Ms. Aradhi by our principal, Dr. Ajims P. Mohammed. I request Dr. Ajims to hand over the same. Congratulations, Aradhi. Now we will honor the URF Asian Record and International Book of Record holder, Ms. Jyotis Mary George Mathai of S3 MCom. I request our Secretary and Correspondent, Advocate Abul Hassan Saib, to give away the memento as a token of appreciation to her, and I call upon Ms. Jyotis Mary George Mathai to come forward to accept the memento. She has completed 620 courses in 94 days. The URF Asian Record and International Book of Record certificates will be handed over to Jyotis Mary by our Vice Principal,
Dr. Manzoor Ali PP, and I request him to do the honor. Congratulations to this. We have got a national record to Ms. Asina Nazim, BVOC Software Development and System Administration student. I request respected MES District Secretary Janab KM Liaquat Ali Khan to give away the memento. Asina, she has completed 450 courses in 66 days. The certificate of the national record will be handed over to Ms. Asina by Professor Rashid sir. Congratulations, Asina. Now it's time to give due recognition to the staff who have completed more than 100 courses in Coursera. I call upon Ms. Ramla Bevi AP, Assistant Professor, Department of Commerce, to come onto the stage to receive the memento. And I request our Principal, Dr. Ajims P. Muhammad, to give away the award. Ms. Ramla Bevi has completed 120 courses. Congratulations, Ramla ma'am. This amazing achievement is the result of teamwork as well as hard work of its coordinators, Mr. Hanifa KG and Ms. Mino Muhammad. They too bagged the URF World Record for taking efforts in the enrollment into the most number of Coursera courses in 90 days. I request our chairman, Janab M.A. Muhammad, to give away the prizes to Mr. Hanifa KG, and I call upon Mr. Hanifa KG, Coursera coordinator, to come forward to receive the memento. Now I invite Ms. Mino Muhammad, Coursera coordinator, to come onto the stage to accept the token of appreciation. The certificate for the URF World Record for the college will be handed over to Dr. Ajims P. Muhammad, Principal of MES College, Marambali, by our chairman, and I call upon Janab M.A. Muhammad to do the honor. And I invite Dr. Ajims and the coordinators, Mr. Hanifa and Ms. Mino Muhammad, onto the stage. Congratulations to all the world record holders. Now it's time for us to give due appreciation to our college toppers. I request Dr. Murugan R. to give away the memento. Sir, please come onto the stage. And I call upon Ms. Vismaya Manoj of BCA department, who secured A+ grade. Now let me call upon Dr. Bindu Jamal onto the stage to give away the memento to Sri Lakshmi Sajeev, who secured A+ grade.
She's of BCA department. Now I call upon Mr. Sharafuddin CA, Head Department of Arabic, to give away the prize to Sufia KA, who's the top college topper in Department of Arabic. Now let me call upon the head of the Department of Physics, Ms. Jinsi Kevagiz, to give the memento to Fahima PA of Department of Physics. Now I call upon Dr. Umesh BT, Nodal Officer of Vocational Studies, to give away the prize to Jomon Thomas of BVOC Animation. Now I call upon Mr. Ajim Shamaidin to give away the memento to Irshad Latif of BVOC Logistics. Now I call upon Dr. Rafika Mol CA, Head Department of Commerce, to give away the memento to Stina VF, BCom Tax. Now I call upon Sopnamis to give away the prize to Salman BK of Department of English. I request Dr. Shiba Kesh to come onto the stage to give away the prize to Mr. Salman BK. Now I call upon Dr. Rafika PM of Department, Associate Professor, Department of Ms. Afna KR of Department of BBA. They are special because they are differently able. Now I call upon the Staff Association Secretary of our college, Mr. Hanifa KG, to give away the memento to Aisha Sunaina of Department of English. Congratulations to all the toppers and special congratulations to Salman BK and Afna KR. There are some out-of-site support who, although
are not otherwise visible, but they play a major role in the organization and bring fame to it. Let's honor the star makers, the President and Convener of Institutional Innovation Council, Dr. Murugan R. and Ms. Sharina E.M. I request our Chairman, Janab M.A. Muhammad, to hand over the memento, and I invite Dr. Murugan R., President of IIC, onto the stage to receive the memento. Thank you, sir. Now I call upon Ms. Sharina E.M., Convener of IIC, to come forward to receive the memento. Now I call upon Mr. Sharafuddin C.A., Head Department of Arabic, as he has been selected as a member of the prestigious International Federation for the Arabic Language, Beirut. Now I invite Ms. Guido Marin Anthony, Head Department of Fashion Design and Management, as she has bestowed with an opportunity as an ambassador of IIC, Ministry of Education Innovation Cell, Government of India. Now I invite Ms. Rubina K., Assistant Professor, Department of Bioscience, as she has selected for BATIVAC online grant writing course conducted by University of Birmingham. Congratulations to all. Let's now listen to the experience of winners who achieved great heights. Joanna and Daniel, BSc Biotechnology, Joanna and Daniel. Sorry, I missed one of the college toppers. And Daniel. Ms. Joanna and Daniel of BSc Biotechnology. And I request our Vice Principal, Dr. Manzoor Ali PP, to give away the memento. Okay, I call upon Dr. Umesh BT, Head Department of Biosciences, to give away the memento. Congratulations, Joanna. Now let's listen to the experience of the winners. And representing the PhD holders this year, I call upon Dr. Shemi PM, Assistant Professor, Department of Electronics, for the reply speech. Most respected dignitaries on the dais, colleagues, parents, and my dear students. First of all, let me thank the organizers of this event, especially the managing committee members and our principal Ajin sir for giving us such a wonderful day. I 1996 ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ വെറും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിട്ടാണ് ഞാനിവിടെ വന്നത്. അന്നൊന്നും ഒരു ഹയർ സ്റ്റഡീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു PhD ഏതെങ്കിലും ഒരു ഹയർ സ്റ്റഡീസിനെ കുറിച്ചോ ഒന്നും ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളെടുക്കുന്ന സബ്ജക്റ്റ് ഇലക്ട്രോണിക്സ് ആയതുകൊണ്ടും ടെക്നോളജിയിൽ അടിക്കടി ഉണ്ടാകുന്ന അപ്ഡേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് നമ്മളൊരു ടീച്ചിങ് പ്രൊഫഷൻ ആയതുകൊണ്ടും എനിക്ക് ഹയർ സ്റ്റഡീസിൻ്റെ ആവശ്യം ഒരു അത്യാവശ്യമായി വന്നതുകൊണ്ട്
അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MTech ചെയ്തു. പക്ഷേ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 2002 ഞാൻ MTech കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ റിസർച്ചിനെ കുറിച്ച് ആലോചിക്കാൻ വീണ്ടും കുറേ സമയം എടുക്കേണ്ടി വന്നു. 2009 പിന്നെ റിസർച്ച് ഒരു ആവശ്യമായി വരികയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തത്. അങ്ങനെ 2010 ഞങ്ങളെ സംബന്ധിച്ച്, അതായത് ഒരു ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനെ സംബന്ധിച്ച് ഒരു റിസർച്ചിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഗൈഡിനെ കിട്ടുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഗൈഡ്ഷിപ്പുള്ള, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഗൈഡ്ഷിപ്പുള്ള ആളെ തപ്പി ഞങ്ങളിങ്ങനെ നടക്കും. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ 3 ഫാക്കൽറ്റി ഞങ്ങളിങ്ങനെ പോകുമ്പോൾ അങ്ങനെ 2010 എനിക്ക് അവിടെ റിസർച്ചിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ ആ ഫീൽഡ് മൈക്രോവേവ് ഇലക്ട്രോണിക്സ് ആയിരുന്നു അന്ന് നമ്മൾ റിസർച്ചിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ഫീൽഡ്. ആ ഫീൽഡിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡായിരുന്നു. പക്ഷെ ഗൈഡിൻ്റെ അൺഅവൈലബിലിറ്റി കൊണ്ടും മറ്റൊരാളെ തേടി പോകേണ്ട ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതയാവുകയായിരുന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡിൽ നമുക്ക് റിസർച്ച് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. അപ്പോഴേക്കും UGC കോഴ്സ് വർക്ക് എന്നുള്ളതൊരു മാൻഡേറ്ററി ആക്കി വെച്ചു. അതായത് നമ്മൾ പഠിക്കുന്ന റിസർച്ച് ചെയ്യുന്ന സബ്ജക്റ്റിൽ 4 കോഴ്സുകൾ ഒരു 6 മാസം അല്ലെങ്കിൽ 4 മാസം നമ്മൾ ഫുൾ ടൈം ആയിട്ട് പഠിച്ച് പാസ്സാവുക എന്നുള്ളതായിരുന്നു അതുകൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഞാൻ അതവിടെ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു. അങ്ങനെ റിസർച്ച് അവിടെ 2 വർഷം കഴിഞ്ഞപ്പോൾ പാതി വഴിയിൽ അവസാനിപ്പിച്ചു. പിന്നെ എനിക്ക് ഫേസ് ചെയ്യേണ്ട ചാലഞ്ചസ് എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതായിരുന്നു. കാരണം വീണ്ടും ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏത് ഫാക്കൽറ്റിയെ ഞാൻ സമീപിക്കും? ഞാൻ അവിടെ തന്നെ വേറൊരു ഫാക്കൽറ്റിയുടെ കീഴിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ ഒരു ആവറേജ് പെർഫോമർ ആയ എന്നെ വേറൊരു കാര്യവും നോക്കാതെ തന്നെ എന്നെ ഗൈഡ് ചെയ്യാൻ താല്പര്യം കാണിച്ച എൻ്റെ ഗൈഡ് ഡോക്ടർ ജിബുമാർ സാറിന് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 2014 സാർ എന്നെ ഗൈഡ് ചെയ്യാൻ സമ്മതിക്കുകയും 2014 ഞാൻ വീണ്ടും കുസാറ്റിൽ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ PhDക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ എൻ്റെ പ്രശ്നം എൻ്റെ മുന്നിൽ നമ്മൾ ഫേസ് ചെയ്ത ചലഞ്ചസ് ഒരുപാടായിരുന്നു. ഒന്ന് വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്നെ സംബന്ധിച്ച് ഒരു പുതിയ സബ്ജക്റ്റ് ആയിരുന്നു. ഞാൻ എടുക്കുന്ന ഇലക്ട്രോണിക്സ് ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡെയിലി ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടും ഏരിയ ആയതുകൊണ്ടും ഞാൻ പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടുമില്ലാത്ത ഒരു ഏരിയ ആയിരുന്നു വയർലെസ് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ എനിക്ക് ആ സബ്ജക്റ്റ് നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അതിലെന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പിൽ ഞാൻ 2014 രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ കോഴ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു അടുത്ത വർഷം. പിന്നെ നമ്മൾക്ക് പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് 2016 ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് ഞാൻ അപ്ലൈ ചെയ്യുകയും അത് 2 വർഷം കഴിഞ്ഞ് എനിക്ക് ഫാക്കൽറ്റി ഫെലോഷിപ്പ് UGC ഫെലോഷിപ്പോടുകൂടി ഫുൾ ടൈമായിട്ട് സാറ്റിൽ ഞാൻ ഈ റിസർച്ചിന് വേണ്ടി ജോയിൻ ചെയ്യുകയുമായിരുന്നു. എൻ്റെ റിസർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ 2 വർഷമാണ് ഞാൻ റിസർച്ച്. അതുവരെ ഞാൻ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഫുൾ ടൈം സ്കോളറായി ചെന്നപ്പോൾ മുതലാണ് ഞാൻ റിസർച്ചിനെ കുറിച്ച് ചിന്തിക്കുന്നതും ഈ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നതും. അങ്ങനെ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാം എന്ന് സാറിനോട് പറയുകയും സാർ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുകയും ആയിരുന്നു. അങ്ങനെ ഈ വയർലെസ് അപ്പോൾ ഈ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ സബ്ജക്റ്റ് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ആ സമയത്ത് MTech വയർലെസ് ടെക്നോളജി എല്ലാം ചെയ്ത റിസർച്ചേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം സപ്പോർട്ട് കൂടി കൊണ്ട് പിന്നെ എനിക്കൊരു ചെറിയ ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ഇപ്പോൾ കറൻ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ടല്ല, എവിടെയാണോ ടെക്നോളജി നിൽക്കുന്നത് അവിടെ വരെ എത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് റിസർച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു ആ ഒരു ഫീൽഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് ആദ്യം ഇനീഷ്യലി കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു.
ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 7 മാസത്തിനിൽ എൻ്റെ ഫസ്റ്റ് വർക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതൊരു SCI ജേർണൽ ഇൻഡെക്സ് ജേർണലിലായിരുന്നു എൻ്റെ വർക്ക് കൊടുത്തിരുന്നത്. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആക്സെപ്റ്റൻസ് ആണ് കിട്ടിയത്. അപ്പോൾ അത് തന്നെ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് തന്നത്. പിന്നെ 2 വർഷം കഴിഞ്ഞ് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ റിസർച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 SCI ഇൻഡെക്സ് ജേർണൽ പബ്ലിക്കേഷൻസും 3 ഇൻ്റർനാഷണൽ കോൺഫറൻസ് പ്രസൻറ്റേഷൻസുമായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ 2 വർഷത്തിനുള്ളിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഒന്ന് ഡൽഹിയിലെ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ IEEE ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഒപ്പം സൈപ്രസ് യൂണിവേഴ്സിറ്റിയിൽ, അതായത് സൈപ്രസിൽ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവിടേക്ക് പോകാൻ പറ്റുമെന്നും, സൈപ്രസിലെയും IEEE ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ സാധിച്ചു. പിന്നെ ഡെറാഡൂണിലെ ഒരു സ്പ്രിംഗർ കോൺഫറൻസിലും ഞാൻ പേപ്പർ പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ തിരിച്ചു വന്നുമ്പോൾ എൻ്റെ മുന്നിലൊരു കടമ്പ തീസിസ് എഴുതുക എന്നുള്ളൊരു കടമ്പ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് തീസിസ് എഴുതുക എന്നുള്ളത്. അങ്ങനെ ആ ഒരു വർഷം കൊണ്ട് എൻ്റെ ജോലിയെ ബാധിക്കാതെ, ഞാൻ ലീവൊന്നും അങ്ങനെ എക്സ്ട്രാ എടുത്തിട്ടൊന്നുമില്ല, ഒരു ജോലി എൻ്റെ ടീച്ചിങ് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഞാൻ ഈ തീസിസ് 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനിടയിൽ എനിക്ക് എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ സാറ് സൂചിപ്പിക്കുകയുണ്ടായി. ബഹ്റൈനിൽ നടന്ന ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ UGCയുടെ ട്രാവൽ ഗ്രാൻഡോടുകൂടി പേപ്പർ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിനുശേഷം അപ്പോൾ 4 കോൺഫറൻസും 2 SCI ഇൻഡെക്സ് ജേർണൽ പബ്ലിക്കേഷനുമായി ഞാൻ തീസിസ് സബ്മിറ്റ് ചെയ്യുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ 5 വർഷം കൊണ്ട് എനിക്ക് തീസിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. താങ്ക്സ് ടു ഓൾമൈറ്റി. ഈ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ താങ്ക്സ് പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ താങ്ക് our former principal Biju sir, managing committee members, അവരുടെ എല്ലാം സപ്പോർട്ട് കൂടിയാണ് എനിക്ക് FIP ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ ഒരു ആവറേജ് പെർഫോമറായിട്ട് കൂടി എന്നെ ഗൈഡ് ചെയ്യാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ സഹായിച്ച എൻ്റെ ഗൈഡ് ഡോക്ടർ ജിബുമ സാറിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. പിന്നെ അത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ അലി, എൻ്റെ എല്ലാ പേപ്പറും എൻ്റെ തീസിസ് ചാപ്റ്റേഴ്സും എല്ലാം വായിച്ച്, സെയിം ഫീൽഡാണ്, ഇലക്ട്രോണിക്സ് ആണ്, ആ ഫീൽഡെല്ലാം വായിച്ച് കറക്റ്റായിട്ട് അഭിപ്രായം പറഞ്ഞു തന്നിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ എൻ്റെ മക്കൾ 2 ഗേൾസ്, അവരുടെ സപ്പോർട്ടും ഈ കാലയളവിൽ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഈ ഒരു ഫീൽഡിൽ വന്നപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അതിനെ എനിക്ക് ത്രൂ ഔട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത, അല്ലെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഇവിടുത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സാബു സാർ, ഇപ്പോൾ കുസാറ്റിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് HODയും പ്രൊഫസറുമാണ്. സാറ് ത്രൂ ഔട്ട് എനിക്ക് ഒരു മോട്ടിവേഷനായിരുന്നു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു ഫ്രീഡം ആയിരുന്നു സാറ് തന്നിരുന്നത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ബുദ്ധിമുട്ടിയപ്പോൾ എന്നെ സഹായിച്ച ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഷബാനയുടെ വീട്ടിൽ പോയി ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അനാലിസിസിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ ജസീന മിസ്, അങ്ങനെ ഒരുപാട് പേര്, എൻ്റെ കോ റിസർച്ചേഴ്സ്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റി, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് മുന്നേ റിസർച്ച് ചെയ്ത ഡോക്ടർ ജാസ്മിൻ, ഡോക്ടർ റഫീഖ, ഓരോ മൊമെൻറ്റിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നിരുന്നു. അവർ പേപ്പർ പ്രസൻറ്റേഷൻ ആണെങ്കിലും പേപ്പർ എഴുതുമ്പോഴും എല്ലാ നിർദ്ദേശങ്ങളും തന്നിരുന്നു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ഫാക്കൽറ്റിയും, എൻ്റെ ടീച്ചിങ് ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ബാക്കി റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് നാൾ, ഒരു സെമിസ്റ്റർ ഷെയർ ചെയ്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ഫാക്കൽറ്റിയോടും ഞാൻ അതിയായ കടപ്പാട് നന്ദിയും അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 2-3 കാര്യങ്ങളാണ്. അതായത് നമ്മൾ റിസർച്ച് ചെയ്യാൻ, ഇപ്പോൾ റിസർച്ച് ടീച്ചിങ് പ്രൊഫഷൻ മാൻഡേറ്ററി ആണ്, അത് PhD മാൻഡേറ്ററി ആണ്. എൻ്റെയൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞ്, ഞാനൊക്കെ PG കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ റിസർച്ചിന് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ ആ സമയം കൊണ്ടുണ്ടായിരുന്ന ഡെവലപ്മെൻറ്റ്,
പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ, എസ്പെഷ്യലി PG സ്റ്റുഡൻസ്, ടീച്ചിങ് ഫീൽഡിൽ നിൽക്കാൻ താല്പര്യമുള്ളവർ ഗ്യാപ്പില്ലാതെ റിസർച്ച് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ ഒരു വർക്കിംഗ് വുമൺ അല്ലെങ്കിൽ കരിയർ വുമൺ ആകുമ്പോൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്, ഫാമിലിയുടെ നല്ല സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു കുടുംബിനിക്ക് അല്ലെങ്കിൽ നമുക്കൊരു റിസർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിൽ ഈ ഒരു സമയത്ത് എൻ്റെ മകളുടെ വിവാഹവുമായിരുന്നു. അതും ഇതിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എനിക്ക് 5 വർഷം കൊണ്ട് എൻ്റെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് ഒന്നും അറിയാത്ത ഞാൻ, ഒരു ടെക്നോളജിയും വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഒരു ടെക്നോളജിയും അറിയാത്ത ഞാൻ ഇപ്പോൾ റിസർച്ചുമായി എനിക്ക് ഈ ഒരു റിസർച്ചിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് 3 ജേർണൽ പബ്ലിക്കേഷനും 5 ഇൻ്റർനാഷണൽ കോൺഫറൻസ് പ്രസൻറ്റേഷനുമാണ്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. എനിക്ക് മനസ്സിലായത് ഏജ് കൊണ്ട് നമുക്ക് ഏത് ഏജിലും പഠിക്കാമെന്ന് പറയുമെങ്കിലും ഇത്തരം റിസർച്ചിലേക്ക് വരുമ്പോൾ എത്രയും നേരത്തെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ഫേസ് ചെയ്ത പ്രശ്നമാണ്. അതുപോലെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ നമ്മൾ റിസർച്ച് ചെയ്യണം. അതിൽ ഡീപ്പ് നോളജ് വേണമെന്നൊന്നുമില്ല. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് ഡീപ്പ് നോളജ്. അപ്പം ആ ഡീപ്പ് നോളജ് സ്വാഭാവികമായിട്ടും വന്നോളൂ. പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഭാവിയിൽ നമുക്കൊരു സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ സ്കോളേഴ്സിനെ ഗൈഡ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് ആ ഒരു പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ സ്റ്റുഡൻസിൻ്റെ അടുത്തും ഇനി റിസർച്ച് ചെയ്യാൻ ഇരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, നിങ്ങൾ ഈ ഫീൽഡിൽ തന്നെയാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് റിസർച്ചിലേക്ക് വരിക. ഒരുപാട് ഗ്രാൻഡ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്കുണ്ടാകും. നമ്മൾക്ക് അവിടെ SCA ഇൻഡെക്സ് ജേർണലിൽ മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ഇത് കിട്ടിയെന്ന് കൊണ്ട് മാത്രമാണ് അത്ര നല്ല ജേർണലിൽ നമുക്ക് വർക്ക് കൊടുക്കാൻ പറ്റിയത്. അപ്പം താങ്ക്സ് ടു ഓൾ. ദെൻ ഇന്നിവിടെ അവാർഡ് വാങ്ങിച്ച എല്ലാവർക്കും congratulations, special congrats to Afna and Salma for their wonderful achievement. Good luck for their future endeavors. Then congrats to Rafika teacher and Dr. Rafika and Dr. Sheba who have secured a PhD recently. Thanks to all. Thank you, ma'am. Now representing the world record winners, I request Ms. Arathi Ratnath to speak a few words. എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാനായി ആരതിയെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഇങ്ങനൊരു വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റുമെന്ന്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞങ്ങളുടെ ബയോസയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മെറിറ്റ് ഡേ നടത്തിയിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കണ്ടു പാരൻസിൻ്റെ കൂടെ കുട്ടികൾ വന്ന് അവാർഡ് വാങ്ങിക്കുന്നു. അപ്പോൾ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മേനെയും ഇവിടെ കൊണ്ടുവരണം, അവരുടെ മുന്നിൽ വെച്ചൊരു അവാർഡ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ സാധിച്ചു. ഒത്തിരി സന്തോഷം. അതിനെന്നെ സഹായിച്ച MES കോളേജ് മാറമ്പള്ളിക്കും, ഞങ്ങളുടെ പ്രിൻസിപ്പളിന്, ഞങ്ങളുടെ കോഴ്സറ കോർഡിനേറ്റർ ഹനീഫ സാറ്, ഞങ്ങളുടെ മിസ്സ് നീൽമ മിസ്സ്, ബയോസയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പാരൻസ്, എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു റെക്കോർഡ് കിട്ടും, അല്ലെങ്കിൽ റെക്കോർഡിന് വേണ്ടി ചെയ്യണം എന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ചെയ്തു. അതെന്തോ ഭാഗ്യം. URF എന്ന് പറഞ്ഞൊരു ഫേം ഉണ്ടെന്ന് അറിഞ്ഞു. അതിൽ അപ്ലൈ ചെയ്തു. റെക്കോർഡ് കിട്ടി. ജ്യോതിസ് ആയാലും അസീന ആയാലും എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിനും റെക്കോർഡ് കിട്ടിയതിനും ഇങ്ങനെ ഒരു കോളേജിൽ പഠിക്കാൻ സാധിച്ചതിനും. താങ്ക് യു ഓൾ. Thank you, Arathi. As we are running short of time, we are moving on to the vote of thanks. And I call upon our Staff Association Secretary, Mr. Hanifa KG, to propose the vote of thanks. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ അഡ്വക്കേറ്റ് അബുൽ ഹസൻ സർ,
ചെയർമാൻ എം.എ. മുഹമ്മദ് സർ, പ്രിൻസിപ്പൽ ഡോക്ടർ അജിം സർ, എത്രയും ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥികളെ, എല്ലാവരെയും അഭിനന്ദിക്കുകയും വേണം, നന്ദിയും പറയണം. ഞാൻ വളരെ ചുരുക്കി പറയാം. പഠന പാഠ്യേതര വിഷയങ്ങളിൽ കോളേജിലെ സ്റ്റുഡൻസിനെ, അധ്യാപകരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന മാനേജ്മെൻറ്റാണ് നമുക്കുള്ളത്. അവാർഡുകൾ കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ സന്തോഷം തരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം മനോഹരമായ ഒരു വേദിയിൽ വെച്ച് അവർക്ക് വേണ്ടുന്ന ഒരു അംഗീകാരം നൽകുക എന്നുള്ളതാണ്. അതിന് മുൻകൈയെടുത്ത മാനേജ്മെൻറ്റിന്, സ്പെഷ്യലി നമ്മുടെ ചെയർമാൻ എം.എ. മുഹമ്മദ് സർ, അഡ്വക്കേറ്റ് അബുൽ ഹസൻ സർ, ഒപ്പം തന്നെ പ്രിൻസിപ്പൽ അജിം സർ, വൈസ് പ്രിൻസിപ്പൽ മൻസൂർ അലി സർ, എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സർ. ഇനി നന്ദി പറയുവാനുള്ളത് മാതാപിതാക്കളോടാണ്. ഒത്തിരി പ്രതീക്ഷകളോടുകൂടിയാണ് നിങ്ങളുടെ കുട്ടികളെ കലാലയത്തിലോട്ട് അയക്കുന്നത്. അവസാനം 3 വർഷം കഴിഞ്ഞ് അവർ ഈ കോളേജിലെ തന്നെ മികച്ച കുട്ടികളാണെന്നറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനിയും നിങ്ങളുടെ മക്കൾ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്തതിനുള്ള എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ കുട്ടികൾ, നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് നിങ്ങൾ ഇന്നിവിടെ നൽകിയിരിക്കുന്നത്. ഒരു കോളേജിലെ അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ ടോപ്പറാവുക, റാങ്കുകൾ കരസ്ഥമാക്കുക എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതോടൊപ്പം PhD കരസ്ഥമാക്കിയ അധ്യാപികമാർ ഡോക്ടർ ഷീബ മിസ്, ഡോക്ടർ റഫീഖ മോൾ, ഡോക്ടർ ഷെമി മിസ്, ഇവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികളോടും അധ്യാപകരോടും കലാലയത്തിനോടും സമൂഹത്തിനോടുമുള്ള ബാധ്യത ഒരുപടി മുൻപന്തിയിലെത്തിയിരിക്കുകയാണ് എന്ന് വേണം എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കരസ്ഥമാക്കിയ ഈ പുതിയ അറിവുകൾ എപ്പോഴൊക്കെയോ നിങ്ങളുടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്നുവോ അപ്പോഴേ അത് യഥാർത്ഥ അറിവായി മാറുന്നു. നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഇനി ഉയരങ്ങളിൽ നിങ്ങൾ എത്തിപ്പെടട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഇനി എനിക്ക് നന്ദി പറയുവാനുള്ളത്, ഈ ഒരു കോവിഡ് കാലത്ത് നമ്മുടെ കോളേജിൽ കൊണ്ടുവന്ന ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ അജിം സർ ഈ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റായിരുന്നു കോഴ്സിറ. അത് ഈ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വളരെ സ്നേഹാദരവോടുകൂടിയാണ് അതിനെ വരവേറ്റത്. അത് അങ്ങനെ ഏൽക്കുക മാത്രമല്ല, എത്രത്തോളം മനോഹരമായി എത്രത്തോളം കോഴ്സുകൾ ചെയ്യുവാൻ സാധിക്കുമോ അത്രത്തോളം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ അറിയപ്പെടുന്ന കുട്ടികളായി വേൾഡ് റെക്കോർഡും ഏഷ്യൻ റെക്കോർഡും നാഷണൽ റെക്കോർഡും അതുപോലെ തന്നെ ഒത്തിരി കോഴ്സുകൾ ചെയ്തുകൊണ്ട് കോളേജിലും റെക്കോർഡ് കരസ്ഥമാക്കുകയുണ്ടായി. ഇതിന് റെക്കോർഡ് ലഭിച്ച എല്ലാവരെയും, അതോടൊപ്പം തന്നെ അജിം സാറിനെയും വൈസ് പ്രിൻസിപ്പൽ മൻസൂർ അലി സാറിനെയും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിൻസിപ്പൽ MES കോളേജ് നെടുങ്കണ്ടം കോളേജിലെ പ്രിൻസിപ്പൽ AM റഷീദ് സാറിനും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ലിയാഖത്ത് സദീൻ സാറിനും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ ഒരു പരിപാടി ഇത്ര മനോഹരമായി ഓർഗനൈസ് ചെയ്തത് ഇതിൻ്റെ കോർഡിനേറ്റർ സ്ഥാനത്തുള്ള ഡോക്ടർ ഉമേഷ് BT ആണ്. പിന്നെ നമുക്കറിയാം, ഇത്ര മനോഹരമായിട്ട് ഈ ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്യാനും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മനോഹരമായ ട്രോഫികളിൽ അത് വിവാ സാറിൻ്റെ ഒരു കലയാണ്. അദ്ദേഹത്തെയും പിന്നെ റോഷ്നി മിസ്സിനെയും ജിൽസിനെയും റഫീഖിനെയും അദ്രമാനിക്കയെയും പിന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. you.